കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 2021 അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റിൻ്റെ 4ാം വാർഷികം സംയുക്തമായി ആഘോഷിച്ചു വരികയാണ്. ഇതുവരെ നടന്ന ജില്ലകളിലെ പരിപാടി പരിശോധിക്കുമ്പോൾ ജനങ്ങൾ വലിയ തോതിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ സ്വീകരിക്കുന്നത്. ഈ ആഘോഷ പരിപാടികൾ മുന്നോട്ട് പോകുമ്പോൾ അതീവ ഗുരുതരമായ സ്ഥിതിവിശേഷം നമ്മുടെ രാഷ്ട്രം നേരിടുന്ന നിലയിലേക്ക് എത്തിച്ചാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കാശ്മീരിലെ പഹൽഗാം എന്ന പ്രദേശത്ത് സഞ്ചാരികളായ 26 പേരെ ഭീകരവാദികൾ വെടിവെച്ച് കൊന്ന ഒരു സംഭവമുണ്ടായി. ഈ സംഭവത്തെ രാജ്യം ഒറ്റക്കെട്ടായി നിന്ന് അപലപിച്ചിട്ടുണ്ട്. ഭീകരവാദികൾ നിരപരാധികളായ ജനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നു, അവരെ കൊന്നൊടുക്കുന്നു. ഈ നിലപാടിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. രാജ്യമാകെ പ്രകടിപ്പിച്ച വികാരം ഭീകരവാദത്തെ തുരത്തണം എന്ന് തന്നെയാണ്. ലോകത്തിലെ എല്ലാ ഇന്ത്യക്കാരും ലോകരാഷ്ട്രങ്ങളും പൊതുവെ ഈ നിലപാടിനോടൊപ്പമാണ് നിന്നിട്ടുള്ളത്. ഇതിലെടുത്ത് പറയാൻ കഴിയുന്നൊരു പ്രശ്നം, രാമചന്ദ്രൻ എന്ന ഒരു മലയാളി അന്നത്തെ വേട്ടയാടലിന് വിധേയമായി മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മകൾ ആരതി അവരുടെ 2 പിഞ്ചു മക്കളെയും കൂട്ടി പൈൻ കാടുകളിലൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയുണ്ടായി. അവർക്കെല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് കാശ്മീരിലെ 2 മുസ്ലിം കുടുംബങ്ങളാണ്. എനിക്ക് എൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടു, എനിക്ക് 2 കൂടപ്പിറപ്പുകളെ തിരിച്ചു കിട്ടി. ഇതായിരുന്നു അവരുടെ പ്രതികരണം. വളരെ ധീരമായ നിലപാടാണ് ആരതി എന്ന യുവതി സ്വീകരിച്ചത്. കാശ്മീരിൽ അവർക്ക് ലഭ്യമായ പിന്തുണ, കാശ്മീരി കുടുംബങ്ങളിൽ നിന്ന് ലഭിച്ച പിന്തുണ, അത് നാടിന് തന്നെ മാതൃകയാണ്. ആ കുടുംബങ്ങളെല്ലാം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ്. അതാണ് നമ്മുടെ നാട്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നിലപാടും അതാണ്. ഭീകരവാദത്തിനെതിരായി സംബന്ധിച്ചു എന്നുള്ളത് കൊണ്ട് ആദിൽ എന്നൊരു യുവാവും കൊല്ലപ്പെടുകയില്ല. ഭീകരവാദികളുടെ ആക്രമണത്തിന് വിധേയമായി കൊല്ലപ്പെടുകയില്ല. ഭീകരവാദത്തെ എതിർക്കാൻ, ഭീകരവാദത്തെ ഒറ്റപ്പെടുത്താൻ ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിച്ച നടപടികൾ ഇന്ന് ജനങ്ങളുടെ മുമ്പിലുണ്ട്. ഭീകരവാദികളുടെ താവളങ്ങൾ തകർത്ത് ഭീകരവാദത്തെ ഒരു തരത്തിലും ഈ മണ്ണിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് സ്വാഗതാർഹമായ സമീപനം. ഇത്തരമൊരു സമീപനം സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തെ തകർക്കാൻ വളരെ ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നു വരികയാണ്. രാഷ്ട്രത്തിൻ്റെ ഐക്യവും ജനാധിപത്യ വ്യവസ്ഥയും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതിന് സഹായകരമായ സമീപനമാണ് രാഷ്ട്രമാകെ ഇന്ന് ഒറ്റക്കെട്ടായി സ്വീകരിക്കേണ്ടത്. ഭീകരവാദത്തെ തുരത്തുക തന്നെ വേണം. ഒരു ഭീകരവാദത്തെയും വർഗീയതയും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഈ സന്ദർഭത്തിൽ ഭീകരവാദത്തിനെതിരായ നിലപാടിനെ, ഭീകരവാദത്തെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള നിലപാടിൻ്റെ കൂടെ
ജനങ്ങൾ ഒറ്റക്കെട്ടായി അണിനിരക്കുകയാണ് വേണ്ടത്. ഇത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിൽ ഗവൺമെന്റിന്റെ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ച റാലികൾ ഇനി നടക്കാനുള്ളത് ഒഴിവാക്കണം, താൽക്കാലികമായി മാറ്റിവെക്കണം എന്ന സമീപനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പരിപാടി എപ്പോൾ നടത്തും എന്നുള്ളത് പിന്നീട് മുന്നണി ആലോചിച്ച് തീരുമാനിക്കുന്നതാണ്. ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അന്തരീക്ഷം വളരെ ഗുരുതരമായി മാറുകയാണ്. അപ്പോൾ ആ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് എല്ലാവരുടെയും ശ്രദ്ധ ഈ പ്രശ്നത്തിലേക്ക് കേന്ദ്രീകരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ പരിപാടി മാറ്റിവെക്കണം എന്ന നിലപാട് സ്വീകരിക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ് ഇന്ന് ചേർന്ന ക്യാബിനറ്റ് വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായ പരിപാടികൾ മാറ്റിവെച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ജില്ലാ റാലികളും ഇതിൻ്റെ ഭാഗമായി മാറ്റിവെക്കുകയാണ്. ജനങ്ങളാകെ ഇതിൻ്റെ ഈ നിലപാടുമായി സഹകരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലപാടുകൾ സ്വീകരിക്കുകയാണ്. ഭീകരവാദത്തിനെതിരായ നീക്കത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഒറ്റക്കെട്ടായി അണിനിരക്കും എന്ന നിലപാടാണ് ഈ സന്ദർഭത്തിൽ വ്യക്തമാക്കാൻ